അത് ക്യാപ്പ് കൊടുത്തു. ക്യാപ്പ് ക്യാപ്പടെ. ഇന്നൊരു സാറ്റർഡേ ഈവനിങ് മിനി വ്ളോഗാണ്. അപ്പോൾ ഇതാ വൈകുന്നേരമായി, ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് പുറത്തേക്ക് പോകണം വെറുതെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലിടക്ക് കുളിച്ചിട്ട് ഡ്രസ്സ് കഴുകിയിട്ടുണ്ടായിരുന്നു, അത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് മേലെ പോയി. അപ്പോൾ ഞാൻ മുടി മേളിൽ നിന്നാണ് ചീകുക, കാരണം താഴെയാകുമ്പോൾ മുടിയൊക്കെ കൊഴിയുന്നത് കൊണ്ട് അകത്തൊക്കെ ആവും. അപ്പോൾ മേലെ നിന്ന് മുടിയൊക്കെ ചീകി വന്നിട്ട് കെട്ടി സെറ്റാക്കിയിട്ട് താഴേക്ക് വരും, അല്ലെങ്കിൽ താഴെ നിന്ന് കെട്ടും. ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി പോകുമല്ലോ. അത് കഴിഞ്ഞ് താഴെ വന്നപാട് കുട്ടികളും ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്പലത്തിലൊക്കെ ഇത് നല്ല തിരക്ക്, എന്താണെന്നൊന്നും അറിയില്ല. അതിനുശേഷം ഉള്ളി മാത്രം ആവശ്യമുണ്ടായിരുന്നു നമുക്കൊരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ഉള്ളി മാത്രം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീക്ക് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ കടയല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഈ കടയിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല ഫ്രഷ് പച്ചക്കറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കറിവേപ്പില കണ്ടോ, നല്ല അടിപൊളി ഫ്രഷ് കറിവേപ്പിലയാണ്. അവർ ഒരുപാട് കറിവേപ്പിലയും മല്ലിയിലയും ഫ്രീ ആയിട്ട് തരും. അതാണ് ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ, പച്ചക്കറി വാങ്ങിച്ചാൽ ഫ്രീ ആയിട്ട് തരും. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയാണല്ലോ മല്ലിയിലക്കും കറിവേപ്പിലക്കൊക്കെ, പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതാ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ കാടക്കോഴീനെ ആദ്യമായിട്ട് ഞാൻ ആദൂന് കാണിച്ചു കൊടുത്തു. അവനാണെങ്കിൽ നല്ല പേടിയുണ്ട്, അവൻ നോക്കുന്നേ ഇല്ല, അവൻ്റെ പേടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം നല്ല പയറുണ്ടായിരുന്നു. ആദൂനും എനിക്കും പയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പയർ അങ്ങനെ വാങ്ങി. പിന്നെ ഇതാ സൺഡേ സാറ്റർഡേ ഒക്കെ ഈവനിങ് ഇങ്ങനെ സൈഡിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കാൻ ആൾക്കാർ വരും. അങ്ങനെ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ എൻ്റെ മെയിൻ പരിപാടി ചിക്കനൊക്കെ നമുക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നേരെ നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അങ്ങനെ കഴുകുവാണ്. 3-4 വെള്ളത്തിൽ കഴുകിയാൽ എനിക്ക് തൃപ്തി. അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ പിന്നെയും കഴുകും, എന്നാലും നീറ്റ് ആവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഞാൻ ഈ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആവശ്യമുള്ള കുറച്ച് ചിക്കൻ മാത്രം എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളിന്ന് പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കിഴിപ്പൊറോട്ട അല്ലെങ്കിൽ പാൽ പൊറോട്ട അങ്ങനെ പറയും. അപ്പോൾ അതിനുള്ള സാധനം മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ ആയി. ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ഇലയിലിട്ട് വാട്ടിയിട്ട് നല്ല കിഴിപ്പൊറോട്ട. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ഡിന്നർ ഇന്നത്തെ ഇതായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ കിടന്നുറങ്ങി. അപ്പോൾ ഇതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബായ്.